ശാസ്ത്രമംഗലത്തെ കെട്ടിടത്തിലെ ലഭ്യമായ സ്ഥലത്തേക്ക് പോയ ആർ ശ്രീലേഖ അവിടുത്തെ ഞെട്ടിക്കുന്ന കാഴ്ചകൾ റെക്കോർഡ് ചെയ്ത് ലോകത്തെ കാണിച്ചു. ഇത് എൻ്റെ ഓഫീസിന്റെ ഒരു വശത്തെ ജനലാണ്. അതിന്റെ താഴെ ദേ കൂട്ടിവെച്ചിരിക്കുന്നത് മുഴുവനും വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, മാലിന്യം ഒക്കെയാണ്. ഇത് മുഴുവൻ ഇതെന്റെ ചെറിയ മുറിയാണ് ഓഫീസ്. പക്ഷെ എൻ്റെ ഓഫീസിന്റെ പുറകിലുള്ള മാലിന്യ കൂമ്പാരമാണ്. ഇതിങ്ങനെ അടുക്കി 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 വെച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ അടുക്കിയപ്പോൾ എൻ്റെ ഈ ഓഫീസ് എന്ന് പറയുന്ന ഈ കാണുന്ന ഈ ഒരു മുറിയാണ് എൻ്റെ ഓഫീസ്. ഇപ്പം കിട്ടിയിരിക്കുന്ന കുടിസുമുറി എന്ന് പറയുന്ന ഓഫീസ്. അതിൻ്റെ പുറകിലങ്ങ് അറ്റം വരെ മാലിന്യം കെട്ടായിട്ട് വെച്ചിട്ടുണ്ട്. ആളുകൾ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ 2 വേസ്റ്റ് ഡിസ്പോസൽ കേന്ദ്രങ്ങളുണ്ട്. വേസ്റ്റ് ഡിസ്പോസൽ ഹബ്ബ് എന്ന് പറഞ്ഞ് ലയൺസ് ക്ലബ് എന്തോ സ്പോൺസർ ചെയ്ത് കൊണ്ടുവച്ചിരിക്കുന്ന സാധനമാണ്. മദ്യക്കുപ്പികൾ വരെയാണ് എൻ്റെ മുറിയിൽ നിന്ന് നോക്കിയാൽ കാണുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ നിയന്ത്രണത്തിലുള്ള ഒരു കൗൺസിലറുടെ ഓഫീസ് പരിസരത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നാട്ടുകാർ പേടിയോടെ കേട്ടത്. എന്തായാലും ശ്രീലേഖയുടെ ആ സർജിക്കൽ സ്ട്രൈക്ക് ഏറ്റു. ഉടൻ തന്നെ എല്ലാം ശരിയാക്കി ശുചീകരിച്ച് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് കോർപ്പറേഷൻ രംഗത്ത് വന്നു. ശ്രീലേഖ ഇതേക്കുറിച്ച് ഇങ്ങനൊരു വീഡിയോ ചെയ്തു. 2 ദിവസം മുമ്പ് ഞാൻ ചവറിന്റെ ഒരു പ്രശ്നം പറഞ്ഞിരുന്നില്ലേ? എല്ലാം മാറി, കാണിച്ചു തരാം. കുറച്ച് മാത്രം ഇവിടെ കെട്ടിപ്പെറുക്കി വെച്ചിട്ടുണ്ട്. അത് ഇന്നലെ വൈകിട്ട് ആളുകൾ കൊണ്ടിട്ടതാണ്. ഈ കുപ്പി സഹിതം ഇന്നലെ വൈകിട്ട് കുടിച്ചിട്ട് ആളുകൾ കൊണ്ടിട്ടത് അടുക്കിപ്പെറുക്കി ഒരു മൂലയെ വെച്ചിട്ടുണ്ട്. എടുത്ത് കളയാനുള്ള ചവറുകൾ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. ഒരു കോർപ്പറേഷൻ ആകുമ്പോൾ ഇങ്ങനെ വേണം പ്രവർത്തിക്കാൻ എന്ന് മനസ്സിലായോ? വളരെ നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതും കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണേ.